നീ എവിടെ വരെ പോ എനിക്കൊന്ന് കാണണമല്ലോ. പല്ല് കൈ വെച്ചിട്ടൊന്നും നടക്കൂല. മീനെല്ലാം മുളെ പിച്ചി തിന്നാനായിട്ട്. ഇത് ഇതുവരെ ആയില്ലേ ചേച്ചി? ആയി. ഓരോരുത്തര് വെക്കുന്നത് ഓരോ ടൈപ്പ്. അമ്മായി ഡ്രൈ ആയിട്ട് വെക്കുമെങ്കിൽ ചേച്ചി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വെക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ. കേസരി മാതിരി. കേസരി മാതിരി ഉണ്ട് കാണാൻ. കേസരി വായിൽ വെച്ചാൽ അലിഞ്ഞു പോലേ, അതുപോലെ ആയിരിക്കും ഇത്. എങ്ങനെയാണെ മുറിച്ച് കഴിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു. അത് കൊള്ളാല്ലേ, പക്ഷെ കുറച്ച് മതി. അമ്മയോടെ എന്നെ വിളിക്കാതെ വന്നിരുന്ന് വിഴുങ്ങണ. അമ്മായി പോയിട്ട് വന്നാലേ ഉള്ളൂ. ഓ, എനിക്ക് വേണമെന്നൊന്നും ഇല്ല. അമ്മ എന്തുവാ വാങ്ങിയേ? പറയൂല പറയില്ല, കാണിച്ചു തരാം അല്ലേ അമ്മായി? അതന്നെ, ഇത്ര വലിയ സർപ്രൈസ് ആവാതെന്താ? കാണിച്ചു തരും. പറയില്ല. അത് അന്നത്തെ പോലത്തെ മറ്റേ തേർഡാ സെക്കൻഡാ ഫസ്റ്റാ? തേർഡ് അങ്ങനെന്താണോ? അല്ല അല്ല. എൻ്റെ അമ്മ. അമ്മ എന്നാലും പറ. അയ്യോ ചേച്ചി ആർക്കുവേ? പറയണെന്തിന് കാണിച്ചു തന്നാ പോരെ? ചേച്ചി ഉണ്ടാ മാറ്റിട്ട് പോണോ? നീ എവിടെ വരെ പോ എനിക്കൊന്ന് കാണണമല്ലോ. ചേച്ചി നടക്കണാണോ ഒരുമാതിരി വിരി വിരി വിരി. അതാ പോണോ ഒരെണ്ണം. ഇങ്ങോട്ട് ഇടവാ ഇടവാ. അവേ വരുന്നായിട്ട് ചട്ടിയിലിട്. അയ്യോ ഇട്. പോ ചേച്ചി. അമ്മയെ കണ്ടുപിടിക്കും. വെട്ടാൻ അറിയില്ലെങ്കിൽ എന്താ, പിടിക്കാനറിയാം. പിടി പിടി. ഇതാ പിടി കേട്ടു. ബെസ്റ്റ്. വിടമാട്ടെ. അമ്മായി ഉണ്ടാക്കിയ ഈ സാധനം ചീത്തായി. പോണത് നീ കിട്ടണത്. അമ്മ കളിക്കരുത്. ശരിക്കുവേ മാളു, ശരിക്കും അമ്മായി ഭയങ്കര സർപ്രൈസ് ആയിട്ട് വെച്ചതിന്റെ കാര്യം എന്താണെന്നറിയോ? നീ ഇതിന്റെ കൂടെ കളിക്കൂന്ന് വിചാരിച്ചിട്ടാ. അണ്ട് കളിക്കുന്നത് അമ്മായി. വായി തുറന്നാണ് വരണേ. ഇതെന്ത് ഇത് മാത്രം കടിച്ചു വെക്കണേ? അയ്യോ, അത് നോക്കിയപ്പോ അതിന്റെ ജീവന് ദേഷ്യം വന്നവരെയൊക്കെ പിടിച്ച് കടിക്കണേന്ന്. അപ്പൊ ചേച്ചി ഒന്ന് കൈ കൊണ്ട് വെച്ചോ. നീ വെക്ക്, എന്തിനത്ര റിസ്ക് എടുക്കണേ? നീ വെച്ചോ. തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലെന്നാണല്ലോ. നീ ആടിക്കോ, കുഴപ്പമില്ല. എന്റെ സമ്മതത്തോടു കൂടിയല്ലേ. എന്നാ പിടിച്ചോ. വേണ്ട ചേച്ചി, അത് ഇത്രയും നേരം കടിച്ചു പിടിച്ച് അതിന്റെ കൈ കഴച്ചിട്ടാ. അപ്പൊ അത് കുടുങ്ങി. പറഞ്ഞു പോയി. ആടിച്ച് പല്ല് സ്വഭാവം അറിയില്ല.
നന്നാക്കിയല്ലോ അമ്മായി. വാ, പിടിച്ചോ, ഈ സൈഡിൽ പിടിച്ചോട്ടെ അമ്മായി. അതിന്റെ കാല് പൊങ്ങി കടിക്കാൻ വേണ്ടി ഇരിക്കുക അത്. ഞാൻ അടിച്ച് പൊട്ടിച്ചളഞ്ഞു. ഗ്രാമ്പു, ഏലക്ക. പട്ട ഇട്ടാ മാളു ഞാൻ? കട്ടേ പട്ട. ഓ എന്തോ പട്ടാന്ന് വെച്ചാ ഇത് മതിയാ? പച്ചമല്ലി. എനിക്ക് മല്ലിയുടെ കണക്ക് എനിക്ക് അത്ര അറിയില്ല. ചെറിയ ഉള്ളിയിലെ ചെറിയ ഉള്ളി മാത്രം നോക്കിയിടോ. അപ്പൊ ഇത് എന്തിനാ ആഡ് ചെയ്യണേ? ഞണ്ടിന്. ഓ ഓക്കെ. ഞാൻ മറ്റേ ഞണ്ട് ബിരിയാണി മിസ് ചെയ്യുന്നു. എപ്പം ഞണ്ട് വാങ്ങിച്ചാലും നീ ആ ബിരിയാണിയെ കുറിച്ച് പറയും. ഞണ്ട് വാങ്ങിച്ചില്ലെങ്കിലും പറയും, നല്ല ഫുഡ് ഉണ്ടാവുമ്പോഴും പറയും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകൾ. അയ്യോ, എന്താ മാള് ഓർമ്മിപ്പിക്കാത്തത്? എന്താ? ജീരകൂട്ടില്ല. ജീരകത്തിനാരും പറഞ്ഞു, പക്ഷെ ഇട്ടില്ല. ഇത് മൂത്തോന്നും എങ്ങനെ മനസ്സിലാവും? കറക്കും. അല്ല. ബ്രൗൺ കളറാവും. അല്ല. റെഡ് കളറാവും. ഓറഞ്ച് കളറാവും. അല്ല. പിന്നെ ജീരകത്തിന്റെ മണം വരും. അപ്പോഴാണ് ഇത് ചേച്ചിക്ക് ആദ്യമേ ജീരകം കിട്ടാ പോയി. അപ്പൊ പെട്ടെന്ന് മണം വരുന്നല്ലോ. സ്കോർ ചെയ്ത്. ഞാൻ മുളക് അധികം ഇടാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? മുളകിന്റെ മണം വരും. അല്ല, കുരുമുളക് കൂടുതലിട്ടോണ്ട്. ഓ പോവാം. എന്താ മക്കളെ നോക്കിയിരിക്കണേ? ചൂടുവെള്ളമൊക്കെ ഒഴിച്ചല്ലേ ഇതില്? എന്നാലും ചത്തോ ഇല്ലയോന്ന് അറിയില്ലേ, നമ്മൾ ഇളം ചൂടല്ലേ ഒഴിച്ചിരിക്കുന്നേ. ഒന്ന് ചോദ്യേ അമ്മായി ചോദിക്കി. മക്കളെ നിങ്ങൾ മരിച്ചോ? മതിയാ? നല്ല പേടിയുണ്ട് അമ്മായി. ഇല്ല ഒത്തില്ല. ഞാൻ പോയി എന്ത് ചെയ്തിട്ടോ? അമ്മായി ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. കുഴപ്പമില്ലല്ലോ. എന്ത് വലിയ കാല്. അതിപ്പം മല ഒന്ന് കടിച്ചു. എന്ത് ചെയ്തു? നീ പേടിപ്പിക്കണോ? ഇങ്ങനെ നിൽക്കണ ഇടയ്ക്ക് ഇവിടെ ജീവൻ വന്ന് അമ്പോ. മയാപാത്രം ഇവിടെ വെച്ച താഴെ. ഞാനെന്നാ പോട്ടാ. ആ, അതിൽ വെള്ളമായിട്ട് ഒഴിക്കണോ? വേണ്ട, കഴിക്കോളാം ഞാൻ അവസാനം. ശരി. ഓ ചേച്ചി, നമ്മള് മുമ്പ് വാങ്ങുന്ന ഞണ്ടിനൊന്നും ജീവയില്ലല്ലോ. അത് കടൽ ഞണ്ടായതുകൊണ്ട്. അപ്പൊ ഇത് എവിടുത്തെ ഞണ്ടോ? ഇത് കായൽ ഞണ്ട്. കായൽ ഞണ്ടിന് ജീവൻ കുറെ സമയം കാണും. കായൽ ഞണ്ടിന് ജീവൻ കുറേ നേരം നിൽക്കും. കടൽ ഞണ്ട് പെട്ടെന്ന് ചത്തു. ഒഴിച്ചോ? അയ്യോ, ഗ്ലാസ് മതി 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 മതി. ഇനി പോയിട്ടേ നമ്മൾ വറുത്ത് വെച്ചില്ലേ നേരത്തെ, അത് എടുത്ത് അരച്ചോ നല്ലോണം.
ഇട്ടോ എന്ത് ഇത് കട്ടിയില്ലാത്ത വിറക് കൊടുത്തു കൊടുത്തേ. അല്ല ഇതിൽ കൊള്ളാം. അത് ഭയങ്കര കട്ടിയമ്മ, ഇന്നൊന്നും കത്തി തീരൂല. അത് വെച്ച് വിറക് കൊത്തുമ്പ് ഞാനിപ്പോ ഉപ്പിടറൊക്കെ കൂടിപ്പോണ്, അതാ ടെൻഷൻ. മിനിമം നോക്കൂ. അതിട്ടോ മാളു. ഇത് മൂത്ത് കഴിഞ്ഞിട്ടേ വെള്ളം ഒഴിക്കാം. ഓൾറെഡി മൂപ്പിച്ചതാണ്, എന്നാലും ഒന്ന് മൂത്തോട്ടെ. കുടംപുളിയാ കേട്ടോ? ആയിട്ടോ, അത് മതി. മതി. പോരാ മതി. കത്തല്ലേ? ഇട്ടോ. അയ്യോ കാരണം പോയി. മുട്ടായി പറക്കണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു, ജംസിന്റെ മുട്ടായി. വിരല് ചെറല്. ഇത് വേകുമ്പോഴേക്ക് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലോ? ആ കഴിക്കാം. ആ മൂടി എടുത്തോണ്ടോ അമ്മാളു? പോയിക്കോ അമ്മായി, ഞങ്ങൾ വരാം. മൂടി വെച്ചിട്ട് വരാം. എൻ്റെ അമ്മേ, എൻ്റെ പേരെന്താ? ഫാന്റസി. ഫാന്റസി. നന്നായി, നല്ലയാ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, ചോക്ലേറ്റ് ആയതുകൊണ്ട്. ചോക്ലേറ്റ് ടേസ്റ്റ് ഇല്ലല്ലോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാ? ഞണ്ടിൻ്റെ കൂടെ ചോറ് വേണോ ബ്രെഡ് വേണോ? ബ്രെഡ് മതി. ബ്രെഡ് മതിയോ? ചോറ് വേണ്ടേ? ചോറായാലും കുഴപ്പമൊന്നുമില്ല. അമ്മായിക്ക് ബ്രെഡ് മതിയോ? ബ്രെഡ് മതിയല്ലോ. നമുക്ക് ബ്രെഡ് മതി. പന്നു പോലെ അല്ലേ? പന്നു പോലെ അല്ലേ? പോയാലോ? പോവാം. അയ്യോ റെഡൊക്കെ റെഡ് കളറായി ചേച്ചി. ഓ എന്തൊരു ഭംഗി. ടേബിൾ സെറ്റ് ചെയ്തോന്ന്. ഓക്കെ മാമായി പോവല്ലേ?
കഴിക്കമ്മായി. കൈ വെച്ചിട്ടൊന്നും നടക്കില്ല. മീനെല്ലാം മുളെ പിച്ചി തിന്നാനായിട്ട് കടിച്ചിടണം. രക്ഷപ്പെട്ട്. പൊട്ടിച്ച്. അന്ന് ഇടിയല്ലേ ഇടിയല്ലേ ചിടിച്ച് ഞാനും അമ്മായി. നീ ഇല്ലായിരുന്നു. സാധനം പൊട്ടില്ല. പല്ല് പൊട്ടിപ്പോവല്ലേ. പൂച്ചക്ക് അയ്യോ ഈ പൂച്ചക്കൊക്കെ തിന്നാൻ പറ്റുമോ? പൂച്ചയ്ക്ക് പറ്റൂല. 2 കൈയുള്ള മനുഷ്യരെ മര്യാദക്ക് തിന്നാൻ പറ്റുള്ള. പിന്നെയാണ് പൂച്ച. തല ഇട്ട് കൊടുക്കട്ടാ. മാംസം ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ അമ്മേൻ്റെ ചോദിക്കല്ല. അമ്മയ്ക്ക് ഞണ്ടൊന്നും അധികം ഇഷ്ടമല്ല. ഇഷ്ടമല്ലല്ലോ. എന്താന്ന് ഞണ്ടൊന്നും എന്താ? അമ്മയ്ക്ക് അത് ഇഷ്ടം. അന്നും അതെ അധികം കഴിച്ചില്ല. ഞാൻ വല്ല ഉണ്ടാവണമായിരുന്നു. ചേച്ചി കടിച്ചു കഴിഞ്ഞാ പൊട്ടിച്ചത്?